നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ചില പ്രധാന വാർത്തകളിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ കോട്ടയത്തെ ടി.കെ. വിജയകുമാറിന്റെ ഭാര്യ ഡോക്ടർ മീര വിജയകുമാറിന്റെ ഭൗതിക ശരീരം തിരുവാതിക്കലിലെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി വി.എൻ. വാസവൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ തുടങ്ങി നിരവധി പേർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹങ്ങൾ രാവിലെ വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ വിജയകുമാറിന്റെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അടുത്ത സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നത്. 11 മണിയോടെയായിരുന്നു മൃതദേഹങ്ങൾ തിരുവാതിക്കലിലെ ശ്രീവത്സം വീട്ടിലേക്ക് എത്തിച്ചത്. കോട്ടയത്തെ ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അമിത് റാങ്ങിനെ നാളെയാണ് കസ്റ്റഡിയിലേക്ക് എടുക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. കോട്ടയത്ത് നിന്ന് വരുന്ന മറ്റൊരു വാർത്ത. അത് കോട്ടയം പാലാ വള്ളിച്ചിറയിൽ മധ്യവയസ്കൻ കുത്തേറ്റ് മരിച്ചിരിക്കുകയാണ്. പാലാ വള്ളിച്ചിറ വലിയ കാലായ PJ ബേബിയാണ് മരിച്ചത്. ഈ വള്ളിച്ചിറ തന്നെ സ്വദേശി ഫിലിപ്പോസ് ആണ് ബേബിയെ കുത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇരുവരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. പരസ്പര ജാമ്യത്തിൽ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് ഇരുവർക്കും ഇടയിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഈ രാവിലെ ചായക്കടയിൽ എത്തിയപ്പോൾ ഇത് സംബന്ധിച്ച് ഈ ഒരു രണ്ടുപേർക്കും തമ്മിൽ തർക്കമുണ്ടായി, വാക്പോരുണ്ടായി. തുടർന്നത് സംഘർഷത്തിലേക്കും ഇത്തരത്തിൽ കുത്തുന്ന തരത്തിലേക്കും എത്തുകയായിരുന്നു. ബേബിയുടെ നെഞ്ചിലാണ് കുത്തേറ്റത്. ആ ഒരു നിമിഷം തന്നെ അദ്ദേഹം മരിച്ചു. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബേബിയെ കുത്തിയ ശേഷം ഫിലിപ്പോസ് ഓടി രക്ഷപ്പെട്ടു. പോലീസ് ഇയാൾക്കായി അന്വേഷണം തുടങ്ങി. ഇരുവരും തമ്മിൽ ഈ സാമ്പത്തിക ഇടപാട് അത് തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാലങ്ങളായി നിലനിന്നിരുന്നു ഈ ഒരു വിഷയത്തിന്മേൽ ഇവർക്ക് തമ്മിലുള്ള തർക്കം. ഈ ഫിലിപ്പോസിന്റെ പേരിലുള്ള ഹോട്ടൽ 6 മാസമായി മറ്റൊരാൾക്ക് ദിവസ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ ചായ കുടിക്കാൻ എത്തിയതായിരുന്നു ഇരുവരും. പള്ളിയിലേക്ക് പോകും വഴിയാണ് ബേബി ഹോട്ടലിൽ കയറിയത്. ഈ രാവിലെ ചായക്കടയിൽ എത്തിയപ്പോൾ സാമ്പത്തികം സംബന്ധിച്ച് ഇരുവരും തർക്കമുണ്ടായി. തുടർന്ന് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും സാമ്പത്തികത്തിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് ഒരു തർക്കത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് കോളേജിലുണ്ടായ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇപ്പോൾ ഒരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ചെവയൂരിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. സംഭവത്തിൽ കൂടുതൽ പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. കേസിൽ പ്രദേശവാസികളായ അച്ഛനെയും മക്കളെയും അടക്കം 10 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ചെവിയൂർ പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. മായനാട് സ്വദേശിയായ 20 വയസ്സുകാരൻ സൂരജ് ആണ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. കോളേജിൽ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണം. കേസിൽ പ്രദേശവാസികളായ മക്കളെയും അച്ഛനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ വീടും വാഹനങ്ങളും ഒക്കെ ഒരു സംഘം അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. പാലക്കാട്ടുകാവ് ക്ഷേത്രോത്സവത്തിന് എത്തിയതായിരുന്നു ഈ സൂരജ്. ഇതിനിടെ ഒരു സംഘം സൂരജിനെ കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു. ആദ്യം നാട്ടുകാർ ഇടപെട്ട് പിരിച്ചുവിട്ടുവെങ്കിലും പിന്നീട് വീണ്ടും മർദ്ദനം തുടരുകയായിരുന്നു. ചാത്തമംഗലം SNSE കോളേജിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിക്കുന്നതിൽ എത്തിയത്. കാരണം ഈ കോളേജിൽ കാർ പാർക്കിങ്ങിനെ ചൊല്ലി ഉണ്ടായ ഒരു സംഘർഷത്തിൽ സൂരജ് തന്റെ സുഹൃത്തിനു വേണ്ടി ഇടപെടുകയായിരുന്നു. ഇതിൽ എതിർഭാഗത്തിന് സൂരജിനോട് എതിർപ്പുണ്ടാവുകയായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പിൽ സൂരജിനെ കണ്ട് ഈ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സൂരജിനെ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ 18 പേർക്കെതിരെ ചെവിയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രദേശവാസിയായ മനോജ്, മക്കളായ വിജയ്, അജയ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ വിജയ് SNSE കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. അതിനിടെ ഈ സൂരജിന്റെ മരണവിവരം അറിഞ്ഞ് സംഘടിച്ചെത്തിയവർ മനോജിന്റെ വീടിന് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായി. വീടിന്റെ വാതിൽ ചില്ലുകൾ തകർത്തു. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറും ബൈക്കും അടിച്ചു തകർക്കുകയുണ്ടായി. പുലർച്ചെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇടുക്കിയിൽ നിന്ന്, അതായത് അക്ഷരാർത്ഥത്തിൽ നടുങ്ങുന്ന ഒരു വാർത്ത തന്നെയാണ്. അപകടമുണ്ടായ വാഹനത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് ഓടി രക്ഷപ്പെട്ടു. ഇടുക്കി ഉപ്പുതറ ആലടിയിൽ ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. ആലടി സ്വദേശി സുരേഷ് ആണ് ഭാര്യയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതായത് ഈ കാറ് തലവത്തനെയാണ് മറിഞ്ഞത്. അപ്പൊ ഇതൊരു മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണോ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ സംശയം. അതായത് ഈ അപകടം ഉണ്ടാവുന്നു, ഭാര്യയെ രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ ഭർത്താവ് ഓടി രക്ഷപ്പെടുന്നു. അപ്പോൾ ഭർത്താവ് മദ്യലഹരിയിലായിരുന്നു. ഈ പിടികൂടിയിട്ടുണ്ട് ഈ ഭർത്താവിനെ.
മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാകാത്ത രീതിയിലാണ്. അതായത് ഭാര്യ സ്റ്റിയറിംഗ് പിടിച്ച് വലിച്ചപ്പോഴാണ് കാറ് ആക്സിഡന്റ് ആയത് എന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും ഭാര്യയുടെ നില ഗുരുതരമാണ്. ആ ഒരു അപകട നില തരണം ചെയ്താൽ മാത്രമേ പോലീസിന് മൊഴിയെടുത്ത് എന്താണ് സംഭവിച്ചതെന്ന് ഭാര്യയിൽ നിന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഉപ്പുതറ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഈ പരിക്കേറ്റ ഭാര്യയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മാറ്റിയിരിക്കുന്നത്. സുരേഷും ഭാര്യയും കാറിൽ സഞ്ചരിക്കവേ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതിനി ഈ ഭാര്യയുടെ ഒരു അപകടനില തരണം ചെയ്ത് മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് കാറിനുള്ളിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ ഈ ഭർത്താവിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് മനഃപൂർവ്വം അപായപ്പെടുത്തിയതാണോ എന്ന ഒരു സംശയമൊക്കെ ഉയരുന്നുണ്ട്. ഭർത്താവ് സംഭവ സമയത്ത് തന്നെ ഓടി രക്ഷപ്പെട്ടത് സ്വാഭാവികമായും ഇത് മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിച്ചത് തന്നെയാണെന്നുള്ള ഊഹങ്ങൾ തന്നെയാണ് തുടക്കം മുതലേ വന്നിരുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി നോക്കാം. അതായത് നടക്കുന്ന ഒരു വാർത്ത, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു ഇമെയിൽ സന്ദേശമായിട്ട് പലയിടങ്ങളിലും ബോംബ് ഭീഷണി ഉയർത്തുന്നുണ്ട്. അതിന്റെ തുടർച്ച എന്നോണം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ഒക്കെ ബോംബ് ഭീഷണി ഉയർന്നിരിക്കുകയാണ്. വിമാനത്താവളത്തിലെ മാനേജറുടെ ഇമെയിലിലേക്കായിരുന്നു ഭീഷണി സന്ദേശം എത്തിയത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു ഈ ഒരു സംഭവം. ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ പരിശോധനയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. വ്യാജ സന്ദേശമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ക്വാഡ് പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ കളക്ടറേറ്റുകളിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കോട്ടയം കളക്ടറേറ്റിലാണ് ഭീഷണി സന്ദേശമൊക്കെ എത്തിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകൾ ബോംബ് ഭീഷണി സന്ദേശമൊക്കെ എത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലും ആക്കുളത്തെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലും ഒക്കെയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഈ ഹോട്ടൽ അധികൃതരാണ് സന്ദേശമെത്തിയ വിവരം പോലീസിനെ അറിയിച്ചിരുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലും ബൈപ്പാസ് ആക്കുളം പാലത്തിന് സമീപത്തുള്ള ഹോട്ടലും വ്യാജ ബോംബ് ഭീഷണിയിൽ എത്തിയത്. പോലീസ് താങ്കളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ബോംബ് സ്ക്വാഡ് പരിശോധിച്ചിരുന്നു. തമ്പാനൂരിലെ സ്വകാര്യ ഹോട്ടലിന്റെ മെയിലിലേക്കാണ് ഈ സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശമൊക്കെ എത്തിയത്. ഹോട്ടൽ അധികൃതർ ഉടൻ തന്നെ പോലീസിനെ കന്റോൺമെന്റ് പോലീസ് വിവരം അറിയിക്കുന്നു. ഈ കന്റോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തുന്നു. ഫയർഫോഴ്സ് വാഹനങ്ങളും ഒക്കെ സജ്ജമായിരുന്നു. താമസക്കാരുടെ സാധനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായ ഒന്നും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ നേരത്തെ ക്രമീകരിച്ചിരുന്ന പരിപാടികൾ യഥാസമയം ഹോട്ടലിൽ നടക്കുകയും ചെയ്തു. ഈ ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഉച്ചയോടെ പൊട്ടും എന്നും ഒക്കെയായിരുന്നു ആക്കുളത്തെ ഹോട്ടലിൽ വന്ന ഇമെയിലിലെ സന്ദേശം എന്ന് പറയുന്നത്. തുടർന്ന് ഹോട്ടൽ പരിസരത്തും മുറികളിലും ബോംബ് സ്ക്വാഡും തുമ്പ പോലീസ് പരിശോധനയൊക്കെ നടത്തി. താമസക്കാരെ ഒഴിപ്പിക്കാതെ തന്നെയായിരുന്നു ഈ പരിശോധന. പക്ഷെ ഒരിടത്തു നിന്നും ഒന്നും ലഭിച്ചില്ല. ഇതോടെയാണ് ഇതൊരു വ്യാജ സന്ദേശമാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പിന്നീട് എത്തിയത്. മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. അതായത് പുറത്തു വരുന്നത് ആലപ്പുഴയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അമ്മയും രണ്ടനച്ഛനും അറസ്റ്റിലായിരിക്കുകയാണ്. 2024 സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം നടന്നത്. പെൺകുട്ടി വീട്ടിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ രണ്ടാനച്ഛൻ പീഡിപ്പിക്കുന്നു. കുട്ടി വിവരം അമ്മയോട് പറഞ്ഞു, പക്ഷെ അമ്മ അത് വേണ്ട രീതിയിൽ കൈക്കൊണ്ടില്ല, കേട്ടില്ല. രണ്ടാനച്ഛൻ തുടർന്നും കുട്ടിയോട് മോശമായി പെരുമാറി. അപ്പോഴും അമ്മയോട് പറയുന്നുണ്ട്, പക്ഷെ അമ്മ അതിൽ വേണ്ട രീതിയിൽ അമ്മ ഇടപെടുന്നില്ല. ചിലപ്പോ രണ്ടാം വിവാഹം, അപ്പോൾ ആ രീതിയിലായിരിക്കാം. തുടർന്ന് കുട്ടി മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പിന്നാലെയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. കുട്ടി തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതി കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്നാണ് അമ്മയും രണ്ടാനച്ഛനും അറസ്റ്റിലായത്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ 14-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറെ വിതുര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിതുര ശിവൻകോവിൽ ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർ വിതുര ശിവൻകോവിൽ ജംഗ്ഷൻ മിത്ര നഗർ സ്വദേശി ഷഹാബുദ്ദീനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ തനിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഷഹാബുദ്ദീൻ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പീഡന വിവരം കുട്ടി വീട്ടിൽ പറഞ്ഞു, പക്ഷേ പ്രതിയുടെ ഭീഷണി കാരണം വീട്ടുകാർ പരാതി നൽകിയില്ല. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് പീഡന വിവരം കുട്ടി വെളിപ്പെടുത്തിയത്. തുടർന്ന് വിതുര CI പ്രദീപ് കുമാറും SI മുഹസിൻ മുഹമ്മദും സംഘവും ചേർന്ന് ഷഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തു. നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. വയനാട് പനമരം കൈതക്കലിൽ അമ്മയെയും മകനെയും കാണാനില്ലെന്നാണ് പരാതി. തോട്ടുങ്ങൽ അലിയുടെ മകൾ അനീസ, മകൻ 8 വയസ്സുകാരൻ മുഹമ്മദ് ആദിൽ എന്നിവരെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാതായിരിക്കുന്നത്. സംഭവത്തിൽ പനമരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ഇവർ കഴിഞ്ഞ ദിവസം, അതായത് അനീസയും മകൻ ആദിലും തിരുവനന്തപുരത്ത് ഒരു മൊബൈൽ കടയിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ കുടുംബത്തിന് ലഭിച്ചിരുന്നു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ കടയിൽ നിന്നുള്ള ഒരു CCTV ദൃശ്യമൊക്കെയാണ് പുറത്തു വന്നിരുന്നത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനീസ മൊബൈൽ കടയിൽ എത്തിയത് മൊബൈൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊന്നും ആയിരുന്നില്ല. ഈ ഫോൺ ചെയ്യുന്നതിന്, അതായത് കടയിൽ നിന്ന് തന്നെ ഫോൺ വാങ്ങി വിളിക്കുകയായിരുന്നു എന്നാണ് ഈ കടക്കാരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കാണാതാകുന്ന ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു സുഹൃത്തിനെ അനീസ വിളിച്ചിരുന്നുവെന്ന് മുനീർ എന്നയാള് പറയുന്നുണ്ട്. പൈസ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിളിച്ചിരുന്നത്. നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പനമരം പോലീസ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. തീർച്ചയായും എത്രയും വേഗം തന്നെ ആ അമ്മേനെയും മകനെയും നടത്താൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. അതായത് ഇപ്പോ കഞ്ചാവ് ഉപയോഗം വളരെ കൂടുന്നു. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലാണ് ഈ ഒരു കഞ്ചാവിന്റെ ഉപയോഗം കൂടുതൽ. എല്ലാ മേഖലകളിലും ഉണ്ട്, പക്ഷെ സിനിമാ മേഖലയിൽ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഒരു സംവിധായകൻ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, മലയാളി പ്രേക്ഷകർക്ക് പരിചിതനായ ബിഗ് ബോസ് വിന്നർ ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ് ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ വിജയിയായിരുന്നു ജിൻഡോ. കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലിമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ ജിൻഡോയെ വിളിപ്പിച്ചിരിക്കുന്നത്. ജിൻഡോയെ മാത്രമല്ല, മറ്റ് ചില പ്രമുഖരെ കൂടി ചോദ്യം ചെയ്യാനായി വിളിച്ചിട്ടുണ്ട്. ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണോ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണോ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതിനാണ് ചോദ്യം ചെയ്യുന്നത്. കൊച്ചിയിൽ മോഡലായ സൗമ്യയ്ക്കും എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഹാജരാകാനാണ് സൗമ്യയ്ക്ക് നോട്ടീസ് നൽകിയത്. സൗമ്യയ്ക്ക് തസ്ലീമയുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഈ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ നടന്മാരായ ഷൈൻ ടോം, ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ ഉൾപ്പെടെ 5 പേർക്കാണ് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം, ചാക്കോ എന്നിവർക്ക് പുറമെ ഒരു നിർമ്മാതാവ്, കൊച്ചിയിലെ മോഡലായ യുവതി, മുൻ ബിഗ് ബോസ് താരം എന്നിവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ 5 പേരെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഈ തസ്ലീമ ഇവരുമായി ലഹരി ഇടപാട് നടത്തിയതിന്റെ കാര്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. പക്ഷേ പലതവണ സാമ്പത്തിക ഇടപാട് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്താണ് ഇവർക്കിടയിലെ ബന്ധം എന്ന് അറിയുന്നത്, ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടത്തി എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ലഹരി ഇടപാടുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. കസ്റ്റഡിയിൽ വാങ്ങി 3 പ്രതികളെയും ഒരുമിച്ചും ഒറ്റയ്ക്കിരുത്തിയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇവര് ഈ താരങ്ങൾ, അതായത് ജിൻഡോയ്ക്ക് എന്താണ് ഇടപാട്, തസ്ലീമ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്, അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്.